നമ്മള് ഏതെങ്കിലും ചില ഒന്നോ രണ്ടോ നേതാക്കൾ ഏത് ആശുപത്രിയിൽ ചികിത്സ നടത്തി എന്നുള്ളതാണോ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മാനദണ്ഡം? ഇപ്പോ വസന്തേ, ഞാൻ എന്റെ നാട് തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അവിടെയുള്ളത് ഒരു താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയാണ്. അവിടെ ഡെന്റൽ സർജൻ ഉണ്ട്. എനിക്ക് പല്ലിന് കേട് വന്നു, അവിടെ പോയി. പക്ഷെ അദ്ദേഹം പറയുകയാണ്, സർ ഇത് കുറച്ചുകൂടി വിദഗ്ധമായ ഒരു സർജറി തന്നെ വേണ്ടതാണ്. താലൂക്ക് ആശുപത്രിയിൽ അത് പറ്റില്ല. പിന്നെ ഞാൻ പോകേണ്ടത് എന്റെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ അപ്പുറത്തുള്ള കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിലാണ്. അവിടെ ഉണ്ട്, ഗവൺമെന്റ് ആശുപത്രി തന്നെ ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ. പക്ഷെ 30 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് പയ്യന്നൂരിൽ ഒരു സ്വകാര്യ ക്ലിനിക്ക് ഇത് ലഭ്യമാണ്. അപ്പൊ ഞാനെന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ നമ്മളെല്ലാം പൊതുപ്രവർത്തകരായാൽ പോലും ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന അവിടെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി വിദഗ്ധമായ ഒരു ചികിത്സയാണ് ഞാൻ കാണിച്ച രോഗത്തിന് വേണ്ടത് എന്ന് വരുമ്പോൾ 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ജില്ലാ ആശുപത്രിയിൽ പോകുന്നതിനേക്കാൾ എനിക്ക് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ടൗണിലെ ആശുപത്രിയിൽ പോകാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുന്നു. ഇങ്ങനെയല്ലാതെ ഈ നേതാക്കൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവര് റെഗുലറായിട്ട് കാണുന്നത് പിണറായിയുടെ റെഗുലർ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആരാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാ. പക്ഷെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ റെഗുലർ ആയിട്ടുള്ള ചികിത്സ നടത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നല്ലേ? പിന്നെ അവര് വിദഗ്ധ ചികിത്സക്ക് വേണം എന്ന് പറഞ്ഞപ്പോഴല്ലേ സ്വിറ്റ്സർലാൻഡ് പോയതും ബാംഗ്ലൂരിൽ പോയതും എല്ലാം ചെയ്തിട്ടുള്ളത്. ശ്രീ കെ കൃഷ്ണൻകുട്ടിയും ശ്രീ എം പി രാജേഷും എല്ലാം ആദ്യം കാണുന്നത് ആരെയാ? ഇതുപോലെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരെ തന്നെയാണ്. നിങ്ങൾ എം പി രാജേഷിന്റെ കാര്യം പറഞ്ഞല്ലോ. എം പി രാജേഷ് കോവിഡ് കാലത്ത് കോവിഡ് വന്നയാൾ, അന്ന് മന്ത്രിയല്ല, ശരിയാണ്. പക്ഷെ അന്ന് അദ്ദേഹം എം പി ആയിരുന്നു. അദ്ദേഹം എവിടെയാ ചികിത്സ നേടിയത്? പാലക്കാട്ടെ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിലല്ലേ. അത്യന്തം അപകടാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ സാഹചര്യം അന്ന്. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും നേതാക്കൾ ഒരു ആശുപത്രിയിൽ പോയത് എടുത്തു പറഞ്ഞിട്ട് ഇവരൊന്നും പൊതുജനാരോഗ്യ മേഖലയെ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്താ നമ്മുടെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയുടെ നേട്ടം? 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ, 1000 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ ഗുജറാത്തിൽ 46 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. പ്രധാനമന്ത്രിയുടെ നാടാണ്. 46 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. ഉത്തർപ്രദേശിലും ബീഹാറിലുമെല്ലാം 1000 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ 40-ന് മുകളിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. അഖിലേന്ത്യാ ശരാശരി 1000 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ 28 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. എന്താ കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്? 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ 5.5 കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ദൗർഭാഗ്യവശാൽ മരണം സംഭവിക്കുന്നത്. വസന്തേ, നമുക്ക് എങ്ങനെയാണ് ഈ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്? അവിടെയാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മേന്മ എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ആയുർദൈർഘ്യം എത്രയാണ്? ദേശീയ ശരാശരി ആയുർദൈർഘ്യം 70 വയസ്സിനെടുത്ത് 68-70 വയസ്സിൽ നിൽക്കുകയാണ്. കേരളത്തിന്റെ ആയുർദൈർഘ്യം എത്രയാണ്? 75-76 വയസ്സിൽ നിൽക്കുകയാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തും ജീവിക്കുന്ന മനുഷ്യരെക്കാൾ 5-6 വർഷം കൂടുതൽ ആയുസ് ഈ കേരളത്തിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? അവിടെയാ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മേന്മ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അടിത്തട്ടിലുള്ള മനുഷ്യന് പോലും ഒരു സാമാന്യമായ ഉയർന്ന ആരോഗ്യ ജീവിത നിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് അവർ ആശ്രയിക്കുന്നത് ഈ സർക്കാർ ആതുരാലയങ്ങളെയാണ്, ഈ സർക്കാർ ആശുപത്രികളെയാണ്. അതിൽ തന്നെ ഇപ്പൊ നമുക്ക് വലിയ പദ്ധതിയുണ്ട്, ഹൃദ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ, APL ആവട്ടെ BPL ആവട്ടെ, 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഗുരുതരമായ രോഗം ബാധിച്ചാൽ അവർക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ഇല്ലെങ്കിൽ സർക്കാർ ചെലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കൊടുക്കും. അപ്പൊ പിന്നെ അത് സ്വകാര്യ ആശുപത്രിയെ പ്രോത്സാഹിപ്പിക്കലാണോ? വസന്ത, ഞാൻ ഇടപെട്ട ഒരു കേസാ. ജനിച്ച ഒരു 2 മാസം പ്രായമായ ഒരു കുഞ്ഞിന് ഹൃദയത്തിന്റെ വാൾവിന് സുഷിരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അതിന് ചികിത്സയില്ല. എന്നാൽ സർക്കാർ ചെലവിൽ എറണാകുളത്തെ അമൃത ആശുപത്രിയിലാണ് ആ കുഞ്ഞിനെ ചികിത്സിച്ചത്. ഫുൾ ചെലവ് സർക്കാരാണ് കൊടുത്തത്. ഇത് സ്വകാര്യ ആശുപത്രിയെ പ്രോത്സാഹിപ്പിക്കലാണോ? ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അവിടെയാണ് ഇപ്പൊ ചികിത്സയുള്ളത്. അതാണ് ചെയ്യുന്നത്. ആദ്യം കാണിക്കുന്നത് ഇവിടെ തന്നെയാണ്, സർക്കാർ ആശുപത്രിയിൽ. പക്ഷെ അവിടെ ആ സുഷിരം ചെയ്യാനുള്ള സംവിധാനം നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ വിവാദമാക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ സൂപ്രണ്ട് നിങ്ങൾക്കിപ്പോ വില്ലനായി മാറിയ ഡോക്ടർ TK ജയകുമാറിന്റെ നേതൃത്വത്തിൽ എത്രയോ ഹൃദയ ശസ്ത്രക്രിയകൾ, എത്രയോ മനുഷ്യരെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ ലക്ഷങ്ങൾ നൽകേണ്ട ചികിത്സ കേവലം 1000 മാത്രം ചെലവഴിച്ച ആളുകൾക്ക് നടത്തിപ്പോകാൻ വേണ്ടി കഴിയുന്നു. കിഡ്നി പ്ലാന്റേഷൻ എറണാകുളത്തെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചെയ്യുകയല്ലേ, ഗവൺമെന്റ് ആശുപത്രിയിൽ. പുറത്ത് എത്ര പൈസ വേണം? 30 ലക്ഷം 40 ലക്ഷം ഒക്കെയാണ്.
പലർക്കും വേണ്ടി നമ്മളൊക്കെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ വരികയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ചില സൗകര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പം നേരത്തെ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഈ പൊതുജനാരോഗ്യ സംവിധാനം ഇപ്പൊ LDF ഗവൺമെന്റിന്റെ കാലത്ത് ആർദ്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക മിഷനായിട്ട് എടുത്ത് എന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. നേരത്തെ ഒരു 10 വർഷം മുമ്പൊക്കെ ആളുകൾ സർക്കാർ ആശുപത്രി പോകാൻ പ്രത്യേകിച്ച് ഈ ഒരു മധ്യവർഗ സംസ്കാരത്തിലുള്ളവർ സർക്കാർ ആശുപത്രി പോകാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. കാരണം അവിടെ ഒരു വല്ലാത്ത തരം നാറ്റമാണ്, വേണ്ടത്ര വൃത്തിയില്ല, ശുചിമുറികളെല്ലാം പലപ്പോഴും തകർന്നു കിടക്കുന്നു, വേണ്ടത്ര പരിചരണം കിട്ടുന്നില്ല. ഇതായിരുന്നു അവബോധം. ഇപ്പോ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രി പോകുന്നു. അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ക്യൂ കൂടുകയാണ്. ചിലപ്പോ കുറച്ചധികം സമയം ആളുകൾ ഇരിക്കേണ്ടി വരികയാണ്. അതല്ല ശ്രീ VPP മുസ്തഫ, അല്ല അതിനകത്ത് എനിക്കൊരു കൂട്ടിച്ചേർക്കലുണ്ട്. ഈ ക്യൂ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ മൊബൈൽ സംവിധാനം ഉപയോഗിച്ച് നേരത്തെ ബുക്ക് ചെയ്ത് SMS അയച്ച് കൃത്യസമയത്ത് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ശ്രീ VPP. അത് താങ്കൾ പറയാൻ വരുന്നു എന്നായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏതായാലും അതെ തീർച്ചയായും